ഹലോ ഗൈസ്, നമുക്കൊരു അവൽ മിൽക്ക് ഉണ്ടാക്കിയാലോ എന്ന്. അതിനുവേണ്ടി കുറച്ച് അവലിട്ട് കൊടുക്കാം. അവൽ നല്ലതുപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി കുറച്ച് നെയ്യ് നമുക്കിട്ട് കൊടുക്കാം. നെയ്യ് നല്ലതുപോലെ കിടന്ന് ഇത് ഒന്ന് മെൽറ്റായി വരട്ടെ. പാനിൽ തന്നെ നമുക്ക് കപ്പലണ്ടി ഇട്ട് കൊടുക്കാം. കപ്പലണ്ടി നല്ലതുപോലെ വറുത്തെടുക്കണം. അതിൻ്റെ കൂടെ തന്നെ 5 പാളയംതോടൻ പഴവും കൂടെ നമുക്ക് എടുത്ത് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം. അഞ്ച് പാളയംതോടൻ പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള മധുരം പഞ്ചസാര ഇട്ട് കൊടുക്കാം. മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ പഴവും പഞ്ചസാരയും നല്ലതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം. പാലും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കണം. പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലതുപോലെ നമുക്കൊന്ന് ഇളക്കാം. ഇത് സെറ്റ് ചെയ്യാനായിട്ട് എടുക്കാം. അപ്പോൾ സെറ്റ് ചെയ്യാനുള്ള ഗ്ലാസ്സിന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് തണുത്ത പാലായിരിക്കരുത്, മീഡിയം തണുപ്പേ ആവാവൂ. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് പാൽ ആദ്യം വീഴ്ത്തി കൊടുക്കാം. നമ്മൾ മിക്സ് ചെയ്ത് വെച്ച പഞ്ചസാരയും പഴവും കൂടെ മിക്സ് ചെയ്തിട്ട പാൽ നമുക്ക് വീഴ്ത്തി കൊടുക്കാം. ഇനി കുറച്ച് അവൽ നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള കപ്പലണ്ടി ഇട്ട് കൊടുക്കാം. ഇട്ടതിന് ശേഷം 1 സ്പൂൺ ബൂസ്റ്റ് ഇട്ട് കൊടുക്കാം. പിന്നും നമുക്ക് പാൽ ചേർത്ത് കൊടുക്കാം. അവരിട്ട് കൊടുക്കാം. ഇത് നെയ്യിലാണ് ഞാൻ വറുത്തിട്ടുള്ളത്. നെയ്യിൽ വറുത്താലേ മണം കിട്ടുള്ളൂ. നെയ്യിൽ വറുത്താൽ പിന്നെ പിന്നെ സൺഫ്ലവറും വെളിച്ചെണ്ണയൊന്നും ചേർക്കരുത്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് പോവും. ഇനി അതുപോലെ തന്നെ പാൽ ചേർത്ത് കൊടുക്കാം. അപ്പം നിങ്ങളിത് വീട്ടിൽ തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം. അത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക.